കൂത്താട്ടുകുളത്ത് ഇടതിനോട് തെറ്റിപ്പിരിഞ്ഞ നഗരസഭാ കൗൺസിലർ കലാരാജ് UDF-കാർക്കൊപ്പം. കൗൺസിൽ യോഗത്തിൽ ബഹളം. UDF പ്രതിഷേധത്തിലും പങ്കെടുത്ത് കലാരാജു ഭരണസമിതി രാജിവെക്കണമെന്ന അടിയന്തര പ്രമേയം തള്ളി. ധനുവച്ചപുരത്ത് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ കല്ലറ തുറന്നു. പുറത്തെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുന്നു. അന്വേഷണം നടത്തുന്നത് മകന്റെ പരാതിയിൽ. മൂലമറ്റത്ത് പായിയിൽ കെട്ടിക്കണ്ടെത്തിയ മൃതദേഹം മേലുകാവ് സ്വദേശിയായ ഗുണ്ട സാജന്റേത്. 6 പേർ കസ്റ്റഡിയിൽ. കൊലയാളി സംഘത്തിൽ 8 പേരുണ്ട് എന്ന് പോലീസ് നിഗമനം. മൃതദേഹം കണ്ടെത്തിയത് കൈവെട്ടിമാറ്റിയ നിലയിൽ. തൃശൂരിൽ മത്സരിച്ച കെ മുരളീധരൻ ചതിക്കപ്പെട്ടെന്ന് KPCC റിപ്പോർട്ട്. തോൽവിക്ക് പിന്നെ ജോസ് വള്ളൂരിനും TN പ്രതാപനും അനിൽ അക്കരയും പങ്ക്. പരാമർശം അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്ത്. ബ്രൂവറിയിൽ സർക്കാരിനെതിരായ ആക്രമണം തുടരുന്ന പ്രതിപക്ഷ നേതാവ് MP രാജേഷ് പറയുന്ന വാദങ്ങൾ പച്ചക്കള്ളം. എലപ്പുള്ളിയിൽ കമ്പനി തുടങ്ങുന്ന ഒയാസിസ് കമ്പനി പഞ്ചാബിൽ ജലചൂഷണത്തിന് നടപടി നേരിട്ട കമ്പനി. എക്സൈസ് മന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിയുടെ വാദങ്ങളെന്നും സതീശൻ. ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ LDF യോഗം ചേരും. സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതർ പരാമർശത്തിൽ വിമർശനം ഘടിപ്പിച്ച് കോൺഗ്രസും CPI-ഉം. സുരേഷ് ഗോപിക്ക് തുടരാൻ അർഹതയില്ലെന്ന് ശിവൻകുട്ടി. പരാമർശം വളച്ചൊടിച്ചുവെന്ന് സുരേഷ് ഗോപി. പ്രതികരിക്കാതെ പാർട്ടി നേതൃത്വം. സുരേഷ് ഗോപിയുടെ പ്രസ്താവന അധമ സംസ്കാരത്തിൽ നിന്ന് വന്നത് എന്ന് മന്ത്രി K. രാജൻ.